നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലും സ്പെയിനും തമ്മിൽ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരം 6 ഗോളുകൾ പിറന്നു സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. ഈ 6 ഗോളുകളിൽ 3 പെനാൽറ്റിയിലൂടെയായിരുന്നു. 3-3 സമനില. ബ്രസീലിന് വേണ്ടി റോഡ്രിഗോയും എൻട്രിക്കും ലൂക്കാസ് പക്കേറ്റയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. പക്കേറ്റയുടെ ഗോൾ പെനാൽറ്റിയിലൂടെയായിരുന്നു. സ്പെയിനു വേണ്ടി റോഡ്രി 2 തവണ പെനാൽറ്റി വലയിലേക്ക് എത്തിച്ചു. ഓൽമോ 1 ഗോളും കണ്ടെത്തുകയുണ്ടായി. സാന്റിയാഗോ ബെർണാബോവിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആൽവരോ മൊറാറ്റ, നിക്കോ വില്യംസ്, ഓൽമോ, യമാൽ എന്നിവർ ചേർന്നുകൊണ്ടാണ് സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്ത് വിനി ജൂനിയറും റോഡ്രിഗോയും റാഫീഞ്ഞയും ചേർന്നുകൊണ്ട് ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ 12ാമത്തെ മിനിറ്റിൽ റോഡ്രി പെനാൽറ്റിയിലൂടെ ബ്രസീലിൻ്റെ വലയിലേക്ക് പന്തെത്തിച്ചു. പെനാൽറ്റി റഫറിയുടെ ശരിയായ തീരുമാനമായിരുന്നുവോ എന്നത് സംശയമാണ്. എന്തായാലും ഈ കളിയിൽ വാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ 36ാമത്തെ മിനിറ്റിൽ ഓൽമോ 2ാമത്തെ ഗോൾ സ്പെയിനായിട്ട് നേടുന്നു. ബ്രസീൽ 2 ഗോളുകൾക്ക് പുറകിൽ. എന്നാൽ 40ാമത്തെ മിനിറ്റിൽ ഗോൾ കീപ്പറുടെ മിസ്റ്റേക്കിൽ നിന്ന് പന്ത് പിടിച്ചെടുത്തുകൊണ്ട് വലയിലേക്ക് അടിച്ചു കയറ്റി റോഡ്രിഗോ ബ്രസീലിനായിട്ട് 1 ഗോൾ മടക്കി. ഇടവേള സമയത്ത് സ്പെയിൻ 2-1 മുന്നിലായിരുന്നു. ആദ്യ പകുതിയിൽ ബ്രസീൽ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആണ് നടത്തിയത് എന്നുള്ളത് പറയാതെ വയ്യ. വിനീഷ്യസ് ജൂനിയറും റാഫീഞ്ഞയും ഒക്കെ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് നടത്തി. ഇത് മറുഭാഗത്ത് നിക്കോ വില്യംസും യമാലും ചേർന്നുകൊണ്ട് ബ്രസീലിൻ്റെ ഡിഫൻസ് ഇരു പാർശ്വങ്ങളിലൂടെയായിട്ട് കീറി മുറിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും 50ാമത്തെ മിനിറ്റിലാണ് ബ്രസീലിൻ്റെ 2ാമത്തെ ഗോൾ പിറക്കുന്നത്. ഇത്തവണ എൻട്രിക്കാണ് പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. ഒരു കോർണർ കിക്കിനെ തുടർന്ന് വന്ന പന്തിൽ നിന്നാണ് അദ്ദേഹം ആ പന്ത് വലയിലേക്ക് എത്തിച്ചത്. അങ്ങനെ 2-2 എന്ന രൂപത്തിലേക്ക് കളി മാറി. മത്സരം പുരോഗമിക്കവേ 87ാമത്തെ മിനിറ്റിൽ വീണ്ടും സ്പെയിനിന് പെനാൽറ്റി. ഇത്തവണയും സംശയാസ്പദമായിട്ടുള്ള തീരുമാനമായിരുന്നു റഫറി എടുത്തത്. എന്തായാലും ആ പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് സ്പെയിൻ 3-2 മുന്നിലേക്കെത്തി. ഒടുവിൽ കളി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ബ്രസീലിനും അനുകൂലമായിട്ട് പെനാൽറ്റി വരുന്നു. ലൂക്കാസ് പക്കേറ്റ പന്ത് വലയിലേക്ക് എത്തിച്ചു. മത്സരം 3-3 സമനിലയിൽ പിരിഞ്ഞു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.